നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുഎസ് നാവികസേനയുടെ F-35 യുദ്ധവിമാനം കാലിഫോർണിയയിൽ തകർന്നു വീണു. യുദ്ധവിമാനം തകർന്ന സംഭവം ബുധനാഴ്ചയാണ് പുറത്തുവന്നത്. വിമാന അപകടത്തെക്കുറിച്ച് യുഎസ് നാവികസേന ഒരു പത്രക്കുറിപ്പും പുറത്തിറക്കിയാണ്. ഇതോടുകൂടിയിട്ടാണ് സംഭവം പുറലോകമറിഞ്ഞത്. വിമാനത്തിന്റെ പൈലറ്റ് അപകടത്തിൽ നിന്ന് വിജയകരമായി രക്ഷപ്പെട്ടതായി നാവികസേന അറിയിച്ചു. കാലിഫോർണിയയിലെ നേവൽ എയർ സ്റ്റേഷൻ ലെമൂറിന് സമീപമാണ് യുദ്ധവിമാനം തകർന്നു വീണത്. അപകട സമയത്ത് പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടിയെന്നും അപകടത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. 2014 ഈ യുദ്ധവിമാനം പുറത്തിറങ്ങിയത്. 20 വിമാനങ്ങളാണ് ഇതുവരെ തകർന്നത്. തകർന്നു വീണ F-35 യുദ്ധവിമാനം റഫ് റൈഡേഴ്സ് എന്നറിയപ്പെടുന്ന സ്ട്രൈക്ക് ഫൈറ്റർ സ്ക്വാഡ്രോൺ VF-125ന്റേതാണെന്നും നാവികസേന പ്രസ്താവനയിൽ പറഞ്ഞു. പൈലറ്റുമാർക്കും എയർ ക്രൂവിനും പരിശീലനം നൽകുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു ഫ്ലീറ്റ് റീപ്ലേസ്മെന്റ് സ്ക്വാഡ്രോണാണ് VF-125. ലോകത്തിലെ ഏറ്റവും ആധുനികമായ 5ാം തലമുറ വിമാനമായി F-35 കണക്കാക്കപ്പെടുന്നു. നിലവിൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വിമാനവുമാണിത്. ബ്രിട്ടന്റെ F-35 എന്ന വിമാനം തിരുവനന്തപുരത്ത് അറ്റകുറ്റപ്പണിക്ക് കിടന്നത് വലിയ വാർത്തയായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും ദിവസങ്ങളോളം അറ്റകുറ്റപ്പണി നടത്താൻ ആയില്ല. പിന്നീട് വിദഗ്ധ സംഘം എത്തിയാണ് വിമാനം പറത്തിക്കൊണ്ടുപോയത്. ഇത് ആഗോളതലത്തിൽ F-35 ഗണത്തിൽപ്പെട്ട വിമാനങ്ങൾക്കും നാണക്കേടായിരുന്നു. ഇതിനിടെയാണ് അമേരിക്കൻ യുദ്ധവിമാനം തകർന്നു വീഴുന്നത്. പൈലറ്റ് സുരക്ഷിതനാണ്. മറ്റാരും വിമാനത്തിലുണ്ടായിരുന്നില്ല. എന്താണ് അപകട കാരണമെന്ന് വ്യക്തമല്ല. അന്വേഷിക്കുന്നുണ്ടെന്നാണ് നേവി അറിയിക്കുന്നത്. മധ്യ കാലിഫോർണിയയിലെ ഫ്രെസ്നോ നഗരത്തിന് ഏകദേശം 64 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് ലെമൂർ എന്ന നാവിക വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത്. പൈലറ്റുമാരെയും എയർ ക്രൂകളെയും പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായി പറന്ന വിമാനമാണിതെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തകർന്നു വീണ സ്ഥലത്ത് നിന്ന് തീയും പുകയും ഉയരുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. യുഎസിന്റെ പടക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഫൈറ്റർ ജെറ്റാണ് ഇതെന്നും CNN റിപ്പോർട്ട് ചെയ്തു. ഏകദേശം 876 കോടി രൂപയാണ് ഇതിന്റെ വില. 5ാം തലമുറ യുദ്ധവിമാനമായി ഇതിനെ പശ്ചിമേഷ്യയിലും യുഎസ് ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേൽ അടക്കം 17 സഖ്യരാജ്യങ്ങൾക്കാണ് യുഎസ് ഇത് നൽകിയിരിക്കുന്നത്. ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ മൂലം 39 ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്ന F-35 ബ്രിട്ടീഷ് യുദ്ധവിമാനം ദിവസങ്ങൾക്ക് മുമ്പാണ് മടങ്ങിയത്. F-35 വിമാനം തകരാറിലായ ഘട്ടത്തിൽ പൂർണ്ണ സഹായം നൽകിയ തിരുവനന്തപുരം വിമാനത്താവളത്തോട് നന്ദി അറിയിച്ചതിനു ശേഷമാണ് UK സൈനികർ മടങ്ങിയത്. UK എയർഫോഴ്സ് ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ടോം സോയർ നേരിട്ടെത്തി എയർപോർട്ട് അധികൃതരെ നന്ദി അറിയിച്ചു. റോയൽ എയർഫോഴ്സിന്റെ ഉപഹാരവും കൈമാറി. രാത്രി 9:30 17 അംഗ സംഘം റോയൽ എൻഫോഴ്സിന്റെ A400 വിമാനത്തിൽ മടങ്ങി. അറബിക്കടലിൽ സഞ്ചരിച്ച ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പരിശീലനത്തിനായി പറന്നുയർന്ന വിമാനം ഇന്ധനം തീരാറായതോടെ കഴിഞ്ഞ മാസം 14-നാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത്. അടിയന്തര ലാൻഡിങ്ങിനിടെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ടാവുകയായിരുന്നു. ജൂൺ 14 മുതൽ ഈ മാസം 6 വരെ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസായി 5 ലക്ഷം രൂപ ബ്രിട്ടീഷ് സേന വിമാനത്താവളം നടത്തിപ്പുകാരായ അദാനി കമ്പനിക്ക് നൽകിയതായാണ് വിവരം. അറബിക്കടലിൽ സംയുക്ത സൈനിക അഭ്യാസത്തിനെത്തിയ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നകന്ന F-35 യുദ്ധവിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് ജൂൺ 14 രാത്രി 9:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. ഇന്ധനം നിറച്ച് അടുത്ത ദിവസം പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് മറ്റ് സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയത്. 1000 കോടിയിലേറെ രൂപ വില വരുന്ന വിമാനം ദിവസങ്ങളോളം വിമാനത്താവളത്തിലെ മഴയും വെയിലും ഏറ്റുകിടന്നു. തുടർന്ന് 39-ാം ദിവസമാണ് തിരിച്ചു പറന്നത്. വിമാനത്തിന്റെ ഇത് ഹാങ്ങറിലേക്ക് മാറ്റാൻ പോലും വിമാന അധികൃതർ സമ്മതിച്ചിരുന്നില്ല. കാരണം അത്രയേറെ അതീവ രഹസ്യ പ്രാധാന്യമുള്ള യുദ്ധവിമാനമായതിനാലാണ് നമ്മുടെ ഇന്ത്യയിലെ വിമാനത്താവളത്തിനുള്ളിലുള്ള ഹാങ്ങറിലേക്ക് മാറ്റാൻ സമ്മതിക്കാതിരുന്നത്. മാത്രവുമല്ല, അവിടെ നിന്നുള്ള UK-യിൽ നിന്നുള്ള വിദഗ്ധർ എത്തിയതിനു ശേഷമാണ് വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി പരിഹരിക്കാനായിട്ട് തുടങ്ങിയത് പോലും. അത്രയും ദിവസമാണ് വിമാനത്താവളത്തിൽ ഇത് വെയിലും കാറ്റുമടിച്ച് കിടന്നത്. വലിയ ട്രോളുകളൊക്കെ ഉയർന്നിരുന്നു. ഈ സമയത്ത് കേരളം വിടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനിവിടെ കൂടുകയാണ് എന്ന് F-35 വെച്ചുകൊണ്ട് പല രീതിയിലുള്ള ട്രോളുകളാണ് നമ്മുടെ മലയാളികൾ അടിച്ചിറക്കിയത്. അതൊക്കെ തന്നെ വളരെ വേഗത്തിൽ വൈറലാവുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും കുറച്ച് ദിവസങ്ങളാണ്, 1 മാസത്തോളമാണ് യുദ്ധവിമാനം ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടന്നത്. അതിനുശേഷമാണ് തിരിച്ച് പറന്നത്, സ്വന്തം സ്ഥലത്തേക്ക് പറന്നത്. ഇതിനിടയിലൊക്കെ തന്നെ ഇതിന്റെ വിശ്വാസ്യതയും ഇതിന്റെ ശക്തിയും ചോദ്യം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള F-35 സംഭവിക്കുന്ന തകരാറുകൾ.